ഹലോ ഫ്രണ്ട്സ്. ഇത് ഞാനായിട്ട് വ്ളോഗ് ചെയ്യുന്നത്. നമ്മൾ ചങ്ങായികളായിട്ട് കൊച്ചി വരെ കറങ്ങാൻ പോകുന്നതാണ്. വീഡിയോ വില. ഹലോ മൈ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചി വെറുതെ കാണാൻ ഇറങ്ങിയതാണ്. നമ്മളോടൊപ്പം ഫായിസ് ആൻഡ് സിനാൻ ആൻഡ് തടു ഉണ്ട്, ക്യാമറമാൻ ഷാമിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫോർട്ട് കൊച്ചിയിലാണ് വയസ്സുള്ളത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമുക്ക് മറൈൻ ഡ്രൈവിന് ഫോർട്ട് കൊച്ചിയിൽ റൂം എടുക്കാൻ വേണ്ടി ബോട്ടിലേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് മറൈൻ ഡ്രൈവ് എന്ന ഫോർട്ട് കൊച്ചിയിലേക്ക് 6 രൂപയാണ് ബോട്ടിന് വേണം. വണ്ടിയിൽ കൊണ്ടുവരുന്നതിനെക്കാട്ടും നിങ്ങളൊക്കെ വരുന്നെങ്കിൽ ബോട്ട് വഴി പോകുന്നത് വേറെ എക്സ്പീരിയൻസും പിന്നെ പൈസ ചിലവും കുറവായിരിക്കും. നമുക്ക് റൂം തപ്പി നടക്കണമെങ്കിൽ ബഡ്ജറ്റ് ഫുള്ളായിട്ട് നമുക്ക് വൺ ഡേ ഒരു റൂം വേണം. അത് നോക്കണം. പ്രൊഫഷണൽ ക്യാമറാമാൻ ആറ്റിറ്റ്യൂഡ് ഫാറിസ്. നമ്മളൊരു പുലർച്ചെ 2 മണിക്ക് കയറിയതുകൊണ്ട് ഇവിടെ രാവിലെ 8 മണിക്ക് 9 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അധികം വീടുകളും തുറന്നിട്ടില്ല, ആൾക്കാരും കുറവാണ്. നമുക്ക് വൈകുന്നേരം എല്ലാം നോക്കിയേക്കാം. ഫ്രെയിം കിട്ടിയാ? ഫ്രെയിം കിട്ടിയാ? ഫ്രെയിം കിട്ടിയാ? സംഭവം സിനാൻ ഇതിൻ്റെ മുമ്പേ ഇവിടെ വന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് എതിര് പറയുന്നതാണ്. ബോട്ടിറങ്ങി കുറച്ച് ദൂരാധികം നടന്നു ഗൈസ്. അപ്പോൾ ഒരിളന്നും കണ്ടു, നല്ല ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിളന്നിനും ചാടി. ഇപ്പം കുടിച്ചു, അല്ലെങ്കിൽ അത് ഇപ്പം തീരും. പഠിക്കണ്ട ഉള്ളില് ലോക്കർ സ്വർണ്ണല്ലേ ഇതിൻ്റെ അകത്തുള്ള ലോക്കറല്ല. നടക്കണ്ടല്ലോ, 3 ബാഗിലോ. അങ്ങനെ അതിന് ഇവിടെ ഇപ്പം പോകും. പിന്നെയും ബാഗ് എടുക്കുക ഇങ്ങനെ വരാനാ? ബാ കുളിക്കാലോ, 2 ദിവസം കുളിച്ചിട്ടെല്ലാം പോവാ. മതി, ഒന്നുമില്ല, മതി. എത്ര പറഞ്ഞേ? 50 രൂപ, അല്ല 25. സിനാന് കൊച്ചി ഫുള്ള് പിടിപാടാ. കൊച്ചി ആളെ വരുത്തിച്ച്, റൂമിന് കണ്ടിട്ട് ആളെ വരുത്തിച്ച് ഫുള്ള് പിടിപാടാ. ലോക്കർ കുഴിച്ചിടാൻ നല്ലത് ഒരു ബാഗാ. ലോക്കർ കുഴിച്ചിടാൻ മാത്രം മാറ്റണേനാ, ഇങ്ങ എടുക്കണേനാ, ഡ്രസ്സ് എടുക്കണേനാ. ഇതന്നെ ഇട്ടാ പോരാ. നാന്ന് ഷൂട്ടിംഗ് ഉണ്ട് ഇവിടെ, ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അല്ല ക്ലിപ്പുകൾ ഒപ്പിച്ചൊപ്പിച്ച് ഇട്ടതാണ്. അതിൻ്റെതായ പോരായ്മകളുണ്ടാവും. നിങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്പറാണോ ഏടാ അറിയാം. ഇനി ഇപ്പം പൂളിലിട്ടാലായിരുന്നു മുങ്ങി ചാവലിഞ്ഞ്
ആ ഉണ്ട്. എടാ ഒരു പൂൾ എടുക്കാ. എടാ ഏതോ നടനുണ്ടാ, ആരോ ഉണ്ടടാ, കാണാൻ പറ്റുമോ നോക്കാൻ, കാണാൻ പറ്റുമോ? കിട്ടുമോ? കിട്ടും തലേ. നീ കിട്ടാതിരിക്കോ? കിട്ടിയോ? നീ കിട്ടിയാ? ജിനാസിന്റെ ആരെയോ ബേക്കിട്ട് ജിനാസ് പോകുന്നു. ജിനാസ് പോകുന്നു. പോകാന് ഏതൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാണ് പോകുന്നത്. ഓട്ടോക്കാരൻ പറ്റിപ്പോയില്ലോ എന്നെല്ലാം നമുക്ക് നോക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞൊരു ഹോം സ്റ്റേ എത്തി. ഒരു 5 റൂം തരില്ല എന്ന് പറഞ്ഞ് 2 റൂം എടുക്കേണ്ടി വരും. ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമുക്ക് റൂം സെറ്റായി തന്നു. 1300 റുപ്യാണ് റൂമ്. ഫാനും ഓക്കെ എല്ലാം ഓക്കെ. പക്ഷേ വൃത്തി അത് നിങ്ങൾക്കറിയാവുന്ന വൃത്തി തന്നെ, പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഇത്ര ബഡ്ജറ്റ് ഫ്രീറ്റായി കിട്ടുന്ന റൂമിൻ്റെ വൃത്തി നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നേ. എന്നാലും നമ്മൾ റീലിലെല്ലാം കാണുമ്പോൾ ഒന്ന് നോക്കണ്ടേ, അതാണ് ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര ബഡ്ജറ്റിൽ കിട്ടുന്ന റൂമിൻ്റെ ഏകദേശ അവസ്ഥയിലെത്തില്ല. അതായത് നല്ല റീസൺ. എല്ലാരും കുളിച്ചു മാറ്റി പോവുകയാണ്. എടാ എടുത്തേക്കാ ലുലു മാളിലേക്ക് താക്കോല് സേഫ് ആയിക്കോളെ. ഗായ്സ് ഇവിടെ ഫോട്ടോ വെച്ച് ലുലു മാളിലേക്ക് ബോട്ടിലാണ് പോകുന്നത്. അതിന് ടിക്കറ്റ് എടുക്കുകയാണ്. കുറച്ച് ഇതായിട്ടുള്ള ടിക്കറ്റാണ്, 50 രൂപയേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല ലക്ഷറി ഫീൽ കിട്ടുന്നൊരു ബോട്ടിലാണിത്. ഇത് മാറണ്ടേ, പിന്നാതെന്തിനാ? ക്യൂവിലേക്ക് ഇരിക്കാനാണ് ഉള്ളതാണ്. എത്ര വലിയ ക്യൂവാ. ഒരു ഫോട്ടോ എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത്. അതിൽ വന്നിരുന്ന് അതിൽ മെട്രോ പ്രശ്നം ഉണ്ടാക്കി, വെള്ളം കിട്ടിയിട്ട്. നേരത്തെ ഫോട്ടോ എടുക്കാം.
ഗായ്സ്, ഇതാണ് നമ്മൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്ഘാടനം കഴിഞ്ഞ വേങ്ങൻ തുറമുഖം. ഈ ബോട്ടിങ്ങിലൂടെ അതും കാണാൻ പറ്റും. കുറച്ച് സമയത്തെ ബോട്ടിങ്ങിന് ശേഷം നമ്മൾ മറൈൻ ഡ്രൈവ് എത്തിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് റീൽസും ഫോട്ടോസും എടുക്കുന്ന തിരക്കിലെല്ലാവരും ലുലുവിൽ എത്തിക്കുകയാണ്. ലുലുവിലെത്തി. നമ്മൾ ലേറ്റായിട്ടാണ്, ഒരു 2-3 മണിയായി. നമുക്ക് ആദ്യം വേണ്ടത് ഫുഡാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി. നമുക്ക് നേരെ ഹൈപ്പർ മാർക്കറ്റ് പോയി ഫുഡ് എടുത്ത് ഫുഡ് കോർട്ട് പോയി കഴിക്കാം. ഇതാണ് നമ്മളെ ഏരിയ. പിന്നെ എടുത്ത് വെച്ചതിനൊരു പേരൊക്കെ എനിക്ക് ഇവിടുന്ന് മാണ്ടിയ വാങ്ങിക്കോ. ഫുഡ് എല്ലാം നോക്കി സെലക്ട് ചെയ്തിട്ട് വരാം. ഗായ്സ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ തന്നെയാണോ എന്ന് അറിയില്ല, ഫുഡ് കോർട്ടിലും മാളിൻ്റെ ഉള്ളിലും നല്ല തിരക്കാണ്. ഫുഡ് കോർട്ടിൽ സീറ്റ് പോലുമില്ല. നമുക്ക് തപ്പി ഒരു സീറ്റ് കണ്ടുപിടിക്കാം. ഗായ്സ്, എല്ലാവരുടെയും ഫുള്ളാണ്. എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ഗായ്സ്, നമ്മൾ പോകുന്നത് കണ്ടിട്ട് ഒരു ചേച്ചി ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നു. അവർ 2 പേരാണുള്ളൂ. അവർ അപ്പുറത്തേക്ക് മാറി തന്നു. നല്ല എല്ലാവരും ബിരിയാണിയും കബ്സ ബിരിയാണിയും ശ്രിമ്പ് ഫ്രൈയും ഒരു അൽഫാമാണ് വാങ്ങിയത്. ഫുഡെല്ലാം കടിച്ച് ഉഷാറായിട്ട് വരാം. അതിൽ ചൂടാവുന്നുണ്ടാവും. നമ്മളെ കൂട്ടത്തിൽ എവിടെ നിന്നും അടിമാങ്ങി തരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണിത്. എവിടെ പോയാലും ആരുടെന്നെങ്കിലും ഒരു ചൊറ പിടിക്കാണ്ടിരിക്കില്ല. ആരായിട്ടെങ്കിലും ചൊറ പിടിക്കും. അതാരും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. വീഡിയോ കുറച്ച് ക്ലിപ്പുകളാണുള്ളൂ. എന്നാലും മാക്സിമം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫുഡ് കഴിച്ച മസ്തിൽ നല്ല ഉറങ്ങേണ്ട മൂഡിലായതുകൊണ്ട് ആരും ഒന്നിരുന്നില്ല. ഇതെല്ലാം അധികം എക്സ്പ്ലോർ ചെയ്യാണ്ട് വേഗം പോവുകയാണ്. നേരെ അതിൻ്റെ റൂമിലേക്ക് പോയി ഒന്ന് റെസ്റ്റ് എടുക്കാനാണ്. എന്നിട്ട് നമുക്ക് രാത്രി കൊച്ചി മൊത്തം കറങ്ങേണ്ട രാത്രിയാണ് വൈബ് എന്നാണ് പറയുന്നത്. അത് രാത്രി നൈറ്റുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞങ്ങളിപ്പോൾ ഒരു 12 മണിയായ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നല്ല ഞണ്ടും കൂന്തളും. ബാക്കിയുള്ള 2 പേര് അവിടെ ഉറങ്ങുന്നതാണ്. ഈ വീഡിയോ മാക്സിമം ക്ലിപ്പുകൾ ഒപ്പിച്ചിട്ടതാണ്.
നിങ്ങൾ സപ്പോർട്ട് തന്നാൽ ഇനിയൊന്ന് ഇൻട്രസ്റ്റോടു കൂടി വീഡിയോകൾ ഇടുന്നതായിരിക്കും.